Good morning, all. Good morning, ma'am. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ടാലന്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിത് നോക്കാൻ പോകുന്നത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെയും അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ടാലൻസ് കണ്ടെത്തുകയും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ത്രൂ ഔട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇവിടെ വരുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ, നമ്മളുടെ എന്താണ് മാനുഷിക മൂലധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് ഇവിടെ വരുന്നത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ പറയുന്നത്. ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും പരസ്പര സഹകരണത്തിൽ നിന്ന് പരമാവധി പ്രയോജനം നേടുക എന്നതാണ് എന്താണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അവര് മാക്സിമം ബെനിഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി, എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ ടാലന്റ് നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എയിം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്യൂർ ചെയ്യണം. ദാറ്റ്സ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ. ഇതാണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിനെ യൂട്ടിലൈസ് ചെയ്താലാണ് നമുക്ക് ലോങ് റണ്ണിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതൊരു എന്താ പറയുക, അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. അവർക്ക് നല്ല ഒരു ഡെവലപ്മെന്റ് പ്ലാൻസ് കൊടുക്കണം. റിക്രൂട്ട്മെന്റ് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കണം. ടൈം ടു ടൈം അസസ്മെന്റ് വേണം. അവർ വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ ആണോ? ചില എംപ്ലോയീസ് എന്ന് വെച്ചാൽ ടാലന്റ് ഉണ്ടായിട്ടും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പൊ അവർ ചെയ്യുന്ന വർക്കുകൾ ഓക്കെ ആണോ? പ്രോപ്പർ ആയിട്ടാണോ? ഇനി ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനുകൾ നമ്മളുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു പോകാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അവരോട് ഫീഡ്ബാക്ക് രൂപേണ കളക്ട് ചെയ്യും. പ്രോപ്പർ ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിലുള്ള, നമുക്കറിയാമല്ലോ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ സ്കേഴ്സ് ആണ്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ കുറവാണ്. സോ ഈ ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മളുടെ സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്ത് അതുവഴി നമ്മളുടെ ഓരോ ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്യുക? നേടിയെടുക്കുക എന്നതാണ് ഇവിടെ വരുന്നത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ വരുന്നത്. ഓക്കെ, നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ നമുക്ക് ഒരു 7 പ്ലാൻസ് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് ഓർഗനൈസേഷണൽ പ്ലാൻസ് ആണ്. ഓർഗനൈസേഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്താണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസേഷണൽ നീഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിഫൈൻ ദ കാറ്റഗറീസ് ഓഫ് ദ പീപ്പിൾ യു ആർ ഗോയിങ് ടു നീഡ് ഇൻ ദ ഫ്യൂച്ചർ ടു മേക്ക് ആൻഡ് ഓർ എക്സീഡ് യുവർ ബിസിനസ് പ്ലാൻ. നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് പ്ലാനുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭാവിയിലേക്ക് എത്ര ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം, നമുക്ക് ഏത് കാറ്റഗറീസ് ഓഫ് പീപ്പിൾസിനെയാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതാണ് ഏത് കാറ്റഗറീസ് ഓഫ് പീപ്പിൾസിനെയാണ് ഫ്യൂച്ചർ നീഡ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. Then define the specific skills and skill level required for each position. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവും, ജോബ് പൊസിഷൻ ഉണ്ടാവും. ആ ഓരോ ജോബ് പൊസിഷനിലും ഏത് സ്പെസിഫിക് സ്കില്ലുള്ള ഒരാൾ വേണം, അതേപോലെ എത്ര സ്കിൽ ലെവൽ വേണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. Then define the job goal. നമ്മൾ ജോബ് ഗോളുകൾ ഡിഫൈൻ ചെയ്യണം. 1 മിനിറ്റ് ഞാൻ അറിയിച്ചു. ഓക്കെ, ഡിഫൈൻ ദ ജോബ് ഗോൾ. നമ്മളുടെ ജോബിന്റെ ലക്ഷ്യങ്ങൾ അതെന്താണെന്ന് ഓരോ ജോബിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ ലക്ഷ്യങ്ങൾ കണ്ടെത്തണം.
ഡിഫൈൻ ദ ജോബ് ഗോൾ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ഈച്ച് പൊസിഷൻ ടൈപ്പ്. ഓരോ ജോബ് പൊസിഷനും എന്ത് ജോബാണ്, എന്ത് ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത്, അവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്. നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. ഇന്നൊരാൾ ഇത്രയും എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ തന്നെ ഓരോ പൊസിഷനും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ജോബിനും എത്രയാണ് ആവറേജ് കോസ്റ്റ് വരുന്നത്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കണം. ഡിറ്റർമിൻ ദ ആവറേജ് കോസ്റ്റ്, സാലറി ആൻഡ് ബെനിഫിറ്റ്സ് ഫോർ ഈച്ച് പൊസിഷൻ ടൈപ്പ്. അപ്പൊ നമ്മുടെ എന്താണ് ആവറേജ് കോസ്റ്റ് എത്രയാണ്, സാലറി എത്രയാണ്, അതർ ബെനിഫിറ്റ്സ് എത്രയാണ്, ഓരോ പോസ്റ്റിലും നമ്മൾ കൊടുക്കുന്ന സാലറി നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. Quantifies how long individual remains in each type of job. ഓരോ ജോലിയുടെ തരത്തിലും ഓരോ വ്യക്തികൾ എത്ര കാലം, എത്ര ദൈർഘ്യം അവിടെ നിൽക്കുന്നുണ്ട്, എത്ര കാലം തുടരും എന്ന് കണക്കാക്കണം. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടിയ ജോബാണ് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള ജോബാണെങ്കിൽ എപ്പോഴും ഇൻഡിവിജ്വൽസ് മാറിക്കൊണ്ടിരിക്കും. അധികം ആൾക്കാർ അവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കില്ല. അപ്പം എത്രയാണ് ടൈം, എത്രയാണ് കറക്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം, കണക്കാക്കണം. അപ്പൊ നമ്മൾ ഓർഗനൈസേഷന്റെ പ്ലാൻ ആണ്. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ റിലേറ്റിംഗ് ടു ഓർഗനൈസേഷന്റെ പ്ലാൻ എന്താണ്, നമുക്ക് ഏത് കാറ്റഗറീസ് ഓഫ് പീപ്പിൾസിനെയാണ് ഫ്യൂച്ചർ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ഈ ബിസിനസിന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ അവർക്ക് എന്ത് സ്കില്ല് വേണം, സ്കിൽസ് ലെവൽ, ഓരോ ജോബിനും ഓരോ സ്കിൽസ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും, കഴിവുകളായിരിക്കും. അപ്പൊ അത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. ദെൻ ജോബ് ഗോളും സ്റ്റാൻഡേർഡ്സും ഫിക്സ് ചെയ്യുക. ഓരോ ജോബിനും അതിൻ്റെതായ ഗോളുകളും അതിൻ്റെതായ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യാം. ദെൻ നമുക്ക് ഓരോ ജോബിനും വരുന്ന ചെലവ് എത്രയാണ്, നമുക്ക് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, ആവറേജ് കോസ്റ്റ് എത്രയാണ്, സാലറി ആൻഡ് ബെനിഫിറ്റ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ചെലവ് എത്രയാണ്, ആ ഒരു എംപ്ലോയിനെ നമ്മുടെ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കണ്ടെത്താം. ആൻഡ് അവര് എത്ര നാൾ, ഒരു ഇൻഡിവിജ്വൽ ആ ഒരു ജോബ് പൊസിഷനിൽ എത്ര നാള് റിമെയിൻ ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണക്കാക്കണം. ഓക്കെ. ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് റിക്രൂട്ടിംഗ് പ്ലാൻ ആണ്. ഈ ഓർഗനൈസേഷൻ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ വേണം, എന്ത് സ്കില്ല് വേണം, ഏത് ടൈപ്പ് ഓഫ് സ്കില്ല് വേണം, സ്പെസിഫിക് സ്കിൽസ് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഫിക്സ് ചെയ്തു. ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷണൽ പ്ലാൻസ്. ഈ ഓർഗനൈസേഷണൽ പ്ലാൻസിന്റെ ബേസിൽ ദ റിക്രൂട്ടിംഗ് പ്ലാൻ ഡിറ്റർമിൻ വെൻ ടു ബിഗിൻ റിക്രൂട്ടിംഗ് പ്രോസസ് ഫോർ ദ ജോബ് ടൈപ്പ് ഇൻ ബിസിനസ് പ്ലാൻ. നമ്മൾ എപ്പോഴാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ തുടങ്ങേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കും. എപ്പോഴാണ് നമുക്ക് ആ ഒരു എംപ്ലോയിയുടെ ആവശ്യകത വരുന്നത്, ആ ടൈമിൽ വേണം നമ്മൾ, കറക്റ്റ് ടൈമിൽ നമുക്ക് ആ ഒരു എംപ്ലോയി വേണം. സോ റിക്രൂട്ട്മെന്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ എപ്പോഴാണ് റിക്രൂട്ട്മെന്റ് പ്രക്രിയ ആരംഭിക്കേണ്ടത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആദ്യം ഫിക്സ് ചെയ്യുക, റിക്രൂട്ട്മെന്റ് ടൈം ഫിക്സ് ചെയ്യാം. ഐഡന്റിഫൈ ദ സോഴ്സ് where you have the most successful in finding each categories of employees. നമുക്ക് എത്ര സോഴ്സ് ഉണ്ട്, റിക്രൂട്ട്മെന്റ് എത്ര ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സോഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, എത്ര സോഴ്സ് ഉണ്ട് റിക്രൂട്ട്മെന്റ്. അറിഞ്ഞൂടാ. എക്സ്റ്റേണൽ, ഇന്റേണൽ കേട്ടിട്ടില്ലേ? ഓർഗനൈസേഷന്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാം. സോ അത് നമ്മൾ ഫിക്സ് ചെയ്യാം. നമുക്ക് ഏത് സോഴ്സ് എന്നാണ് എംപ്ലോയീസിന് വേണ്ടത് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. ദെൻ ഫെമിലറൈസ് ദ പ്രോസസ് ഓഫ് ഇനിഷ്യേറ്റിംഗ്, അപ്രൂവിംഗ്, കമൻസിങ് എ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. നമ്മൾ ഫെമിലറൈസ് ചെയ്യാം. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു തുടങ്ങേണ്ട ടൈമാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിൽ വരുന്നത്. അതേപോലെ തന്നെ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ സെറ്റ് ചെയ്യാം. ഡിറ്റർമിൻ ദ വേ, ഡിറ്റർമിൻ വൈ ദ കാൻഡിഡേറ്റ്സ് ഡിസൈഡ് ടു ജോയിൻ. നമ്മൾ അവർ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ അവർ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. മേ ബി നമ്മുടെ ഗുഡ് വില്ല് കാരണമായിരിക്കും കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നോട്ട് ടു ജോയിൻ, ചില എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, നമ്മുടെ സ്ഥാപനത്തിൽ വരില്ല. അതിനെന്താണ് കാരണം യുവർ ഓർഗനൈസേഷൻ ഡോക്യുമെന്റ്സ് ദിസ് ഇൻഫർമേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്തത്, എന്തുകൊണ്ടാണ് അവർ ജോയിൻ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിക്രൂട്ടിംഗ് പ്ലാൻ ആണ്. ഓർഗനൈസേഷന്റെ പ്ലാനിന്റെ ബേസിലാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ കണ്ടക്ട് ചെയ്യുന്നത്.
റിക്രൂട്ട്മെന്റ് പ്ലാൻ ടൈം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നായതിനെ ഫിക്സ് ചെയ്യണം. ഏറ്റവും മോസ്റ്റ് ഒരു നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എന്ത് ചെയ്യാം, കമന്റ്സ് ചെയ്യാം. ദെൻ നമ്മുടെ സ്ഥാപനത്തിൽ ചിലപ്പോൾ എംപ്ലോയീസ് ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്യാതിരിക്കാം. രണ്ടു പേരിൽ നിന്നും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാം. എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്തത്, അതിന് കാരണം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തില്ല എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഡോക്യുമെന്റിൽ എന്ത് ചെയ്യാം, ഫിൽ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആണ് ഡെവലപ്മെന്റ് പ്ലാൻ. എൻഷുർ ഈച്ച് ജോബ് ടൈപ്പ് ഹാസ് ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. നമുക്കറിയാം എല്ലാ ജോബുകൾക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് കരിയർ ഡയറക്ഷൻ ഫോർ ഈച്ച് പൊസിഷൻ ക്യാൻ ബി ക്ലിയർലി ഐഡന്റിഫൈ. അപ്പൊ നമുക്ക് ഓരോ പൊസിഷനും കാര്യങ്ങളും നമുക്ക് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കരിയർ ഡയറക്ഷൻ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാം. അപ്പൊ ഓരോ ജോബിനും അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. എൻഷുർ ഈച്ച് എംപ്ലോയി ഹാസ് ആൻ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്, കരിയർ പ്ലാൻ ഇല്ലേ? എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്ന് മാത്രമാണോ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം? അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കരിയർ പ്ലാൻ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത് മേ ബി ഔട്ട്സൈഡ് പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലി നേടാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മളുടെ കോഴ്സുകൾ എടുക്കുന്ന കുട്ടികളുണ്ട്. മേ ബി ഈ കോഴ്സ് പഠിച്ചിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാം, കുറച്ചും കൂടി നമ്മളുടെ കരിയറിൽ ഒരു ഇംപ്രൂവ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഡെവലപ്മെന്റ് പ്ലാൻസ്, കരിയർ പ്ലാൻസുകൾ ഉണ്ട്. സോ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മാനേജർ ആൻഡ് സൂപ്പർവൈസർ ഹോൾഡ് ഡയറക്ട് റിപ്പോർട്ട്സ് അക്കോർഡിംഗ് ടു അച്ചീവിംഗ് ഈച്ച് ഒബ്ജക്റ്റീവ് ഇൻ ദർ പ്ലാൻ. അപ്പൊ നമ്മൾ മാനേജേഴ്സും സൂപ്പർവൈസറും എന്ത് ചെയ്യണം, അവരെ ഡയറക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എങ്ങനെ കരിയർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡയറക്ഷൻസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻഷുർ എവറി എംപ്ലോയി ഹാസ് എ ഫോർമൽ കരിയർ പ്ലാൻ. എല്ലാ എംപ്ലോയീസിനും ഫോർമൽ ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മള് കാണുമ്പോൾ ചിലപ്പോ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വന്ന ഒരാളായിരിക്കും പിന്നീട് ആ ഒരു കമ്പനിയുടെ സിഇഒ ഒക്കെ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ ക്ലർക്കായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മേ ബി ഒരു 10-12 വർഷം കഴിയുമ്പോൾ അവിടുത്തെ സെക്രട്ടറി, 10-15 വർഷം കഴിയുമ്പോൾ സെക്രട്ടറി ആയിട്ട് മാറുന്നത്. അതൊരു ഫോർമൽ കരിയർ പ്ലാൻ ആണ്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവർക്ക് പ്രൊമോഷൻ കിട്ടി ആ എക്സാംസ് പാസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, അവർ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്നു. ദെൻ എല്ലാ ജോബുകൾക്കും അതിൻ്റെതായ ഫോർമൽ കരിയർ പ്ലാൻ ഉണ്ട്. Structure regular coaching session between the manager and supervisor and their direct reports. നമുക്കൊരു കോച്ചിങ് സെഷൻ കിട്ടുന്നുണ്ട് മാനേജേഴ്സിന്റെ അടുത്ത് നിന്ന്, സൂപ്പർവൈസറിൽ നിന്നും ഒരു റെഗുലർ ആയിട്ടൊരു കോച്ചിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അവർ നമ്മളെ ട്രെയിൻ ചെയ്യാണ്, നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർ ട്രെയിൻ ചെയ്യാണ്. അവർക്ക് നമ്മൾ അവർ ജോബ് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. ഡയറക്ട് റിപ്പോർട്ട്സ്, നമ്മളെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഒക്കെ ടോപ്പ് മാനേജ്മെന്റിനോട് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്, മാനേജേഴ്സും സൂപ്പർവൈസേഴ്സ് ആണ്. നെക്സ്റ്റ് ആണ് റിവാർഡ്സ്. മാനേജർ ആൻഡ് സൂപ്പർവൈസർ ഫോർ അച്ചീവിംഗ് ഡെവലപ്മെന്റ് സക്സസ് വിത്ത് ദയർ ഡയറക്ട് റിപ്പോർട്ട്സ്. ഇപ്പൊ നമ്മളുടെ ഡെവലപ്മെന്റ് സക്സസ് നമ്മളിപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സും സൂപ്പർവൈസറും പറയും, ഡയറക്റ്റ് റിപ്പോർട്ട് കൊടുക്കുക. അപ്പൊ പറയും നമ്മുടെ എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഔട്ട്പുട്ട് ആണ്, അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, റിവാർഡ്. നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ, നമുക്ക് നേരിട്ടുള്ള റിവാർഡുകൾ കാര്യങ്ങൾ കിട്ടും. സാലറി ആൻഡ് വേജ്, അതർ ബെനിഫിറ്റ്സോ മറ്റെന്തെങ്കിലും ആയിരിക്കും ഈ റിവാർഡ് എന്ന് പറയുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പ്ലാനുകൾ ഒന്ന് റീഡ് ചെയ്തേ. എന്താണ് ഓർഗനൈസേഷണൽ പ്ലാൻ, റിക്രൂട്ടിംഗ് പ്ലാൻ ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ.
റീഡ് ചെയ്ത് നോക്കിയോ? കഴിഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ഇനി റീടെൻഷൻ പ്ലാൻ ആണ്. റീടെൻഷൻ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീടെൻഷൻ പ്ലാനിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് റിവാർഡ്സ്, റെക്കഗ്നൈസേഷൻ, പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിൽക്കും. അലൈൻസ് റിവാർഡ് റെക്കഗ്നൈഷൻ സിസ്റ്റം വിത്ത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻസ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസും അവരുടെ ഡെവലപ്മെന്റ് പ്ലാൻസ് അനുസരിച്ച് അവർക്ക് റിവാർഡും റെക്കഗ്നേഷനും പ്രൊമോഷനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അവർ എന്ത് ചെയ്യും? നിലനിൽക്കും. സർവേ എംപ്ലോയി റെഗുലർലി ടു ബെഞ്ച് മാർക്ക് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ സർവേ നടത്തണം, അവരുടെ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അത് കളക്ട് ചെയ്യണം. എംപ്ലോയീസ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണോ? ഡിറ്റർമൈൻ ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് മോട്ടിവേറ്റേഴ്സ്. അതേപോലെ എന്താണ് ഇവിടുത്തെ മോട്ടിവേറ്റേഴ്സിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ എംപ്ലോയീസ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിക്ക് സൂപ്പർവൈസറിന് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന മെന്ററിന് ഇഷ്ടാവുന്നില്ല, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കുറച്ച് ഹാർഷ് ആണെങ്കിൽ നമ്മളത് ഈ റിട്ടൻഷൻ ഈ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യക്തിനെ മാറ്റും, ആ ഒരു വ്യക്തിനെ ട്രെയിൻ ചെയ്യുന്നതിന് മാറ്റും. എൻഷുർ ആക്ഷൻ ഓൺ സർവേ റിസൾട്ട്. ഞാൻ പറഞ്ഞാണ്, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്ത് അതിനെതിരെ ആക്ഷൻസ് എടുക്കും. എന്തൊരു മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കും. റേറ്റ്സ് ആൻഡ് റിവാർഡ്സ് managers, supervisor for successfully retaining qualified successful employees. അപ്പോൾ നല്ല റേറ്റ്സ് ആൻഡ് റിവാർഡ്സ് കാര്യങ്ങൾ കൊടുക്കുക, സാലറി ആൻഡ് വേജസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. സൂപ്പർവൈസർക്ക് അതേപോലെ മാനേജേഴ്സിനൊക്കെ നല്ല രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മുടെ സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ റേറ്റ്സ് ആൻഡ് റിവാർഡ് കൊടുക്കണം. സാലറിയും അതർ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കൊടുക്കണം. Successful employee as well as achieving the traditional business metrics of the position. അതേപോലെ നമ്മൾ പണ്ട് ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കും. പ്രൊമോഷൻ കൊടുക്കുമ്പോൾ പൊസിഷനിലും മാറ്റം വരും, അതേപോലെ തന്നെ സാലറി, അതേപോലെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റിയിലും കൂടി ചേഞ്ചസ് വരും. സോ നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് പ്രത്യേക താല്പര്യം അവിടെ നിലനിൽക്കാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും. Ensure all key position in your organization. നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ കീ പൊസിഷനെ കുറിച്ചിട്ട് നമ്മൾ എൻഷുർ ചെയ്യാം. കീ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താം. ഹാവ് എ ഫോർമൽ ആക്റ്റീവ് സക്സഷൻ പ്ലാൻ ഇൻ ദ പ്ലേസ്. നമുക്ക് നല്ല രീതിയിൽ അവിടെ നല്ല രീതിയിൽ നമ്മളുടെ എന്താണ് എയിംസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസേഷന്റെ കീ പൊസിഷൻസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് മേ ബി ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടാണ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ എന്റെ ലക്ഷ്യം എന്തായിരിക്കണം? സീനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിരിക്കണം, CFO എന്നുള്ള പൊസിഷൻ ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നതായിരിക്കും എന്നെ സംബന്ധിച്ച് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ മറ്റുള്ളവർ ജോബ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ ആ ഒരു പൊസിഷനിൽ ജോബ് ഉപേക്ഷിച്ച് പോയി എന്ന് വിചാരിക്കും, ഒരു വ്യക്തി പോയി, അപ്പൊ നെക്സ്റ്റ് ആ പൊസിഷനിലേക്ക് ആരായിരിക്കും വരുന്നത്? ഓട്ടോമാറ്റിക്കലി അതിന് താഴെയുള്ള ഒരു പൊസിഷനിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സീനിയർ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്? അപ്ഗ്രേഡ് ചെയ്യുന്നത്. Ensure all key position in the organization have formal and succession plan in place. ഓരോ പൊസിഷനും അതിൻ്റെതായ പ്ലാൻസ് അപ്ഗ്രേഡ് എല്ലാം നമ്മൾ പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെ നിലനിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ആണ് അസസ്മെന്റ് പ്ലാൻസ്. നമ്മള് എല്ലാ ജീവനക്കാരിൽ നിന്നും വർഷം തോറും നമ്മൾ എന്ത് ഫോർമൽ ആയിട്ടൊരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. നിങ്ങളോട് സാറ്റിസ്ഫൈഡ് ആണോ, വർക്കിംഗ് കണ്ടീഷൻസ് ഓക്കെ ആണോ, സാലറി വേജസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊരു ഫോർമലി ഒന്ന് അസസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ ഓരോ ജീവനക്കാരെയും സ്ഥാപനത്തിന്റെ മാനദണ്ഡങ്ങൾ, ഇവിടെ സ്ഥാപനത്തിന്റെ അകത്ത് എങ്ങനെ പെരുമാറണം, നമ്മുടെ കൾച്ചറൽ നോംസുകൾ, സാംസ്കാരികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്നിവ പറഞ്ഞു കൊടുക്കണം. ചിലതെല്ലാം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ
നമ്മൾ ഡെവലപ്മെന്റ് പ്ലാൻസ്, എല്ലാ ജീവനക്കാരുടെയും വികസനത്തിനുള്ള പദ്ധതികൾ ഡെവലപ്മെന്റ് പ്ലാൻസ് ഉണ്ടാവും. അത് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനാണ്. നമുക്ക് നോക്കാം എന്താണ് അസസ്മെന്റ് പ്ലാൻസ് എന്നുള്ളത്. The assessment plan ensure each employee is formally assessed periodically throughout each year. നമ്മൾ എല്ലാ വർഷവും അത് ഫോർമലി അസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കമ്പയർ ഈച്ച് എംപ്ലോയി ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എന്താ പറയാ കാഷ്വൽ വർക്കർ അല്ലെങ്കിൽ ഒരു വർക്കറിനെ കുറിച്ച് പറയുന്നത് വിചാരിക്കുക. അദ്ദേഹത്തിന് ഡെയിലി 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എത്രയാണ്? ഡെയിലി 100 എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ നോക്കും. ആക്ച്വൽ ഇപ്പൊ ചിലപ്പോൾ 98 ആയിരിക്കും. ദെൻ അവിടെ എത്ര ഡീവിയേഷൻ വന്നിട്ടുണ്ട്? 2 യൂണിറ്റ്സ് മിസ് ആണ്. അപ്പൊ അത് നമ്മൾ കണ്ടെത്താണ് അവിടെ എത്ര യൂണിറ്റ്സ് കുറവ് വന്നു. അങ്ങനെ ഒരു 100 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ 2 into 100 200 യൂണിറ്റ്സ് ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? കുറവ് വരുന്നുണ്ട്. അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ മെഷേഴ്സ് എടുക്കേണ്ടി വരും. അതേപോലെ നമ്മുടെ ഓർഗനൈസേഷന്റെ ബിഹേവിയർ, ഓർഗനൈസേഷൻ അകത്ത് നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതേപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നോംസ്, റേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞു കൊടുത്തിരിക്കണം. എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ട് അത് ഓക്കെ ആയിട്ടാണ് അവർ പെരുമാറുന്നത്. എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അവരുടെ നമ്മുടെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന കൾച്ചർ എല്ലാ എംപ്ലോയീസും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. Then ensure that development plans are in the place for all employees. എല്ലാ എംപ്ലോയീസിനും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഡെവലപ്മെന്റ് പ്ലാൻസ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. And that corrective action plan exists for അണ്ടർ പെർഫോമിംഗ് എംപ്ലോയീസ്. എന്നാൽ മാത്രമാണ് നമുക്ക് അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ്, ഏതെങ്കിലും എംപ്ലോയീസ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കേസിലുള്ള എംപ്ലോയി 100 യൂണിറ്റ്സ് പെർഫോം ചെയ്യണം, പക്ഷെ 98 യൂണിറ്റ്സ് പെർഫോം ചെയ്തോളൂ. അപ്പൊ എന്താണ്? അണ്ടർ പെർഫോമിംഗ് എംപ്ലോയി എന്ന് പറയാൻ പറ്റൂല, എന്നാലും പെർഫോമൻസ് എന്താണ്? മോശമാണ്. ഒരു എംപ്ലോയിക്ക് നമ്മൾ അസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 100 യൂണിറ്റ്സ് ആണ്. അദ്ദേഹം 80 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്? അണ്ടർ പെർഫോമിംഗ് എംപ്ലോയി ആണ്. അത് കറക്റ്റ് ചെയ്യണം. നമുക്ക് അവർക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കണം. അവരോട് ട്രെയിനിങ് കാര്യങ്ങളും ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അസസ്മെന്റ് പ്ലാനിൽ വരുന്നത്. ഫസ്റ്റ് പറഞ്ഞത് റിട്ടൻഷൻ പ്ലാൻ, ദെൻ അസസ്മെന്റ് പ്ലാൻ. റിട്ടൻഷൻ പ്ലാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മുടെ എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? പ്രൊമോഷനും റിവാർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ദെൻ നമ്മുടെ എംപ്ലോയീസിന് റെഗുലർലി നമ്മൾ അവരുടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഒരു സർവേ കണ്ടക്ട് ചെയ്യണം. ആ സർവേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതും എൻഷുർ ചെയ്യണം. ഇനി നല്ല രീതിയിൽ നമ്മളുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട റിവാർഡ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ പ്രൊമോഷൻ കാര്യങ്ങളും കൊടുക്കണം. പിന്നെ നമ്മൾ ഓർഗനൈസേഷന്റെ കീ പൊസിഷനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ വേണം. ഇവിടെ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ അതിലേക്ക് ആരെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വേണം. പിന്നെ അസസ്മെന്റ് പ്ലാൻ ആണ്. നമ്മൾ എംപ്ലോയീസിനെ ഫോർമലി എല്ലാ വർഷവും ഫോർമലി നമ്മൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. അവർ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണോ, പ്രോപ്പർ ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ കമ്പയർ ഈച്ച് എംപ്ലോയീസ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ എംപ്ലോയീസിന്റെയും സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ കമ്പയർ ചെയ്യാം. അവരുടെ ബിഹേവിയർ നമ്മുടെ ഓർഗനൈസേഷൻ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണോ അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്താം. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് പ്ലാൻസ്, ഓരോ എംപ്ലോയീസിന്റെയും ഡെവലപ്മെന്റ് പ്ലാൻസിൽ ഉറപ്പ് വരുത്താം. ഇനി എന്തെങ്കിലും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല പെർഫോം ചെയ്യുന്നതെങ്കിൽ, ആ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ കറക്റ്റീവ് ആക്ഷൻസ് എടുത്ത് അവർ നല്ല രീതിയിൽ നേരായിട്ടുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ഓർഗനൈസേഷൻ ഉണ്ട്. ഇതെല്ലാം ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രോസസ് പാർട്സ് ആണ്. Reading the retention plan and assessment plan.
റീഡ് ചെയ്തോ? ഓക്കെ. ഇനി ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ സ്ഥാപനത്തില് അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ജോബുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാം. അത് നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയും, ഉടനടി അവർ നീക്കം ചെയ്യുകയും വേണം. ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ടൈപ്പ് റൈറ്ററിന് ഒത്തിരി കാലമായിട്ട് ടൈപ്പ് റൈറ്ററിന് എന്താണ് റോളൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ നോളജ് ആണ്. പക്ഷേ ഇന്നും ടൈപ്പിസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ജോലികളിലേക്ക് ടൈപ്പിസ്റ്റുകൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലിയല്ലേ അത്? ഐ തിങ്ക് സോ. എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഇന്ന് എല്ലാവരും ഓർഗനൈസേഷനും ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചായാലും കമ്പ്യൂട്ടറാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്നിരുന്നിട്ട് പോലും ടൈപ്പിസ്റ്റുകളുടെ വേക്കൻസീസ് വരുന്നു, അതിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. എന്താണ്
ടൈപ്പിംഗ് അറിയുന്ന ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കാലഹരണപ്പെട്ടിട്ടുള്ള ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയും, അത് ഉടനടി അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോബിന്റെ തരം, നിലവില് ആ തസ്തികയിലേക്ക് ജോലി ചെയ്യുന്ന ജീവനക്കാരിലെ വീണ്ടും പുനമൂല നിർണയം നടത്തണം, ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീഅസസ്മെന്റ് നടത്തണം. നമ്മള് ഒരു ടൈപ്പിസ്റ്റ് ആണ് വിചാരിക്കും, അദ്ദേഹത്തിന് നമ്മൾ കമ്പ്യൂട്ടർ, നമ്മുടെ കമ്പനിയിൽ അപ്ഗ്രേഡേഷൻ വന്നപ്പോൾ സിസ്റ്റം കൊണ്ടുവന്നു, കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. സോ ആ ഒരു വ്യക്തിക്ക് ടൈപ്പിസ്റ്റ് ആയിരുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന പോലെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, റീഅസസ് ചെയ്യേണ്ടതായിട്ട് വരും. ടൈപ്പിസ്റ്റ് ആയപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ കുറച്ച് സ്ലോ ആവും, ചിലപ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതവർ റീഅസസ് ചെയ്യണം, അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ദെൻ നമ്മള് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തുകയും ഒരു ജീവനക്കാരൻ പ്രതീക്ഷകൾ നിറവേറ്റുമ്പോൾ നടപടി എടുക്കുകയും ചെയ്യണം. നിറവേറ്റാത്തപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥാപനത്തിൽ ഓരോ ജീവനക്കാരുടെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അവര് ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഈവൻ ഇഫ് അദ്ദേഹം പെർഫോമൻസ് എടുക്കുന്നില്ല, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഗുഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഔട്ട്പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും, നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്തു, അദ്ദേഹത്തിന് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ റിക്രൂട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റിയത് ആൾക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ജീവനക്കാർ സ്വയമേ സ്ഥാപനത്തിലെ എന്തെങ്കിലും അടിയന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുമ്പോൾ, ഒത്തിരി എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഫേസ് ചെയ്യാറുണ്ട്. സോ അപ്പൊ പെട്ടെന്ന് നമുക്ക് ജീവനക്കാർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ സ്ഥാപനത്തിനോട് ദേഷ്യമായിരിക്കും. അതങ്ങനെയല്ല സോൾവ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് നമ്മൾ എടുക്കുകയുമാണ് വേണ്ടത്. ജീവനക്കാരുടെ എന്തെങ്കിലും സ്ഥാപനത്തിനോടോ അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും, അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് നമ്മൾ എടുക്കും. നമുക്ക് നോക്കാം. Okay. Determine the outplacement plans. Determine when a job type is no longer required by the organization. ഒരു ജോബ് ടൈപ്പ് നമുക്ക് വേണ്ട, ഒരു ഓർഗനൈസേഷനിൽ വേണ്ട, അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് മൂവ്സ് ടു എലിമിനേറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എലിമിനേറ്റ് ചെയ്യണം. ഡിറ്റർമൈൻ when a job type has been changed sufficiently to warrant a reassessment of the employee currently filling those positions. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ജോബ് ടൈപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ റീഅസസ് ചെയ്യും. അവർക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കറക്റ്റ്ലി അതിന് വേറെ എംപ്ലോയീസിനെ ഫിൽ ചെയ്യുകയും വേണം. ഓക്കെ. ഡിറ്റർമിൻ when an employee is no longer meeting the requirements in the given type of job and move to improve the performance. ആ ഒരു എംപ്ലോയി അവർ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫില്ല് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ റിക്വയർമെന്റ്സ് അറ്റൈൻ ചെയ്യുന്നില്ല, അതേപോലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റേണ്ടതായിട്ട് വരും. And move to improve the performance, transfer the employee to another job type or outplace the employee. ഒന്നല്ലെങ്കിൽ നമ്മൾ ആ ഒരു എംപ്ലോയിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, മറ്റേതെങ്കിലും ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും, പിരിച്ചു വിടേണ്ടതായിട്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ എന്ത് ചെയ്യും, നീക്കം ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റൊരു ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Determine by the peoples are leaving the organization on their own, take steps to improve negative solutions. എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് വ്യക്തികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്വയമേ പിരിഞ്ഞു പോവാണ്, അതിനെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അതെന്താന്ന് കണ്ടെത്തുകയും അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് എടുക്കേണ്ട ഉത്തരവാദിത്തം ടാലന്റ് മാനേജ്മെന്റ് ടീമിനുണ്ട്, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനും മാനേജേഴ്സിനും ഉണ്ട്.
ഇതാണ് ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഫീഡ്ബാക്ക് ലൂപ്പ്. Design a feedback session that has input point throughout the employee's life cycle. നമ്മൾ ഫീഡ്ബാക്ക് സിസ്റ്റം കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത് നല്ലതാണ്. ദാറ്റ് ക്യാപ്ചർ റെലവന്റ് ഡാറ്റ, അത് നമുക്ക് റെലവന്റ് ഡാറ്റാസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എക്സ്റ്റാബ്ലിഷ് ട്രെൻഡ്സ്, പുതിയ ട്രെൻഡ്സുകളോ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. Provide managers and supervisor with unstable data. പിന്നെ യൂസബിൾ ഡാറ്റ നമുക്ക് മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും യൂസബിൾ ആയിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ഡിറ്റർമിൻ ദ മോസ്റ്റ് കോമൺ റീസൺ എംപ്ലോയീസ് ലീവ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവർ ലീവ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ബിൽഡ് എ ഡാറ്റാബേസ് ടു ഐഡന്റിഫൈ ആൻഡ് ട്രാക്ക് ദ ട്രെൻഡ്. നമ്മൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ഈ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ലീവ് ചെയ്ത് പോകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പ്രൊവൈഡ് ഇൻഡിവിജ്വൽ മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസർ വിത്ത് ഡീൽഡ് ഫീഡ്ബാക്ക് ഓൺ എംപ്ലോയി ഹു ലീവ് ദർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമ്മളുടെ എംപ്ലോയീസ് സൂപ്പർവൈസേഴ്സിനെ ഇൻഡിവിജ്വൽസിനെയോ നമ്മൾ എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. എന്തുകൊണ്ടാണ് അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു പോകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസറോ മാനേജറോ എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാം. ഓക്കെ. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ലുക്ക് അറ്റ് എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ് സൈക്കിൾ. നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഹ്യൂമൻ റിസോഴ്സ് സൈക്കിളിനെയാണ്. From the business planning phase to recruiting and employment event to the individual development cycle. നമ്മൾ എന്താണ് ബിസിനസ് പ്ലാൻസ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട്. പ്ലാനിങ് മുതൽ റിക്രൂട്ട്മെന്റ്, എംപ്ലോയീസ് ഇവന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും വരുന്നുണ്ട്. ഈ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് സൈക്കിൾ ടു ദ ലാസ്റ്റ് ഡേ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ബിയോണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിലെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡേ മുതൽ ഡേ വരെയുമുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ വരുന്നത്. ഒരു ബിസിനസിന്റെ പ്ലാൻ മുതൽ അവിടെ റിക്രൂട്ട്മെന്റ്, എംപ്ലോയീസ് ഇവന്റ്സ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻസുകൾ, അതേപോലെ തന്നെ ആ ഒരു എംപ്ലോയിയുടെ ലാസ്റ്റ് ഡേ, നമ്മുടെ ഓർഗനൈസേഷനിലെ ലാസ്റ്റ് ഡേ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിൽ വരുന്നുണ്ട്, ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ വരുന്നുണ്ട്. ഒന്ന് റീഡ് ചെയ്തേ.
3 days നോക്കിയോ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ടാലന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ കഴിവുകൾ, സ്കിൽസ്, ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. റെക്കഗ്നൈസിങ് ആൻഡ് റിവാർഡ്. നമ്മൾ അവരുടെ കഴിവുകൾ എന്തെല്ലാം, ഇൻഡിവിജ്വൽസ് ഐഡന്റിറ്റി, അവരുടെ കഴിവുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി റെക്കഗ്നേഷൻ വേണ്ടവരാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രൊമോട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിവാർഡ്സോ കാര്യങ്ങളോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. റോൾ ഡിസൈൻ. അവരുടെ ജോലിയുടെ റോളുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. റോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവർക്ക് എന്തെല്ലാമാണ് ഉത്തരവാദിത്തങ്ങൾ, ജീവനക്കാരുടെ കഴിവുകൾ, ഉത്പാദനക്ഷമത, അതേപോലെ തന്നെ ജോലിയിൽ സംതൃപ്തി എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജോബായിട്ട് റിലേറ്റ് ചെയ്യുന്ന റോളുകൾ എന്തെല്ലാമാണ് അവർ പെർഫോം ചെയ്യുന്നത്, എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ജോബ് റൊട്ടേഷൻ. ഒരു ജോബ് നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു ജോബിലേക്ക് നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു ജോബിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്ത് ആ ഒരു ജോബും കൂടി അവർക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട്, അവർ അതിനും കൂടി എക്സ്പേർട്ട് ആക്കാനായിട്ട് പറ്റും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി എംപ്ലോയീസിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. സക്സഷൻ പ്ലാൻ. നല്ല സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നമുക്ക് ചെല്ലണം, അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്തൊക്കെ കഴിവുകളാണ് വികസിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്റേണൽ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വീണ്ടും കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ പറയുകയാണെ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ക്ലർക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പൊസിഷൻ മാനേജറൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എക്സാംസ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു എക്സാം എഴുതിയാലാണ് നമുക്ക് അടുത്തൊരു പൊസിഷൻ കിട്ടുന്നത്. ഏതൊരു ജോബിലും ഉണ്ട്. ഇപ്പൊ PSC-ലൊക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? പ്രമോഷൻ കിട്ടണം. ഇനി ഫ്ലെക്സിബിലിറ്റി ആണ്. ഒരു സ്റ്റേബിൾ ആയിരിക്കും നമ്മളുടെ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് നല്ലതാണ്. ഫ്ലെക്സിബിൾ എൻവയോൺമെന്റ്. എംപ്ലോയീസിന് കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ അവരുടെയും കൂടി അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്യാണ്. എംപ്ലോയീസിന്റെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്കത് എഫക്റ്റീവ്ലി നമുക്കൊരു നല്ല രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് മോട്ടിവേഷൻ ആണ്. ഇപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെൽഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്ന് നമ്മൾ തീരുമാനിക്കുക. ചിലവർ നിങ്ങളോട് നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ ഗേൾസിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറൊന്നും ഓടിക്കാൻ പറ്റില്ല. ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, കാർ ഓടിക്കാനൊക്കെ പിള്ളേര് വണ്ടി ഓടിക്കാൻ പാടില്ല, വണ്ടി ഓടിക്കാനേ പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് പറയണം എന്താണ്, എന്നെ കൊണ്ട് പറ്റും, മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ സ്വയമേ തീരുമാനിച്ച് നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങണം. സെൽഫ് മോട്ടിവേഷൻ ആണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മൾ സക്സസ്ഫുള്ളി ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഓക്കെ. ഇത്രയുമാണ് ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, 2 പോയിന്റ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ. The managers and higher authority need to talk the initiative to pave the way of personal development and long-term association with the organization. നമ്മൾ മാനേജേഴ്സും അതേപോലെ തന്നെ ഹയർ അതോറിറ്റീസും ഇനിഷ്യേറ്റ് ചെയ്യണം. അവരാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടു പേവ് ദ വേ. എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ? ഓരോ എംപ്ലോയീസിന്റെയും പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വേ എന്ത് ചെയ്യണം? മാർഗം തെളിയിക്കേണ്ടത് ആരാണ്? മാനേജേഴ്സും ഹയർ അതോറിറ്റി, ടോപ്പ് മാനേജ്മെന്റ് ആണ്. ആൻഡ് ലോങ് ടേം അസോസിയേഷൻ വിത്ത് ദ ഓർഗനൈസേഷൻ. എന്നാൽ മാത്രമാണ് അവർ നമ്മളുടെ സ്ഥാപനത്തിൽ ഒരുപാട് നാള് നിലനിൽക്കുള്ളൂ. Some of the way in which manager can motivate and retain the employee as the follows. അപ്പൊ താഴെ പറയുന്ന വേയിലൂടെ നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്താനും അവർക്ക് വേണ്ട
എന്താണ് ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറയുന്നത് റെക്കഗ്നീഷൻ ആണ്. റെക്കഗ്നൈസിംഗ് ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ സ്ഥാപനം വളരുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസ് ആയിരിക്കും. Their work on individual ground boost up the self confidence in them. അവർ ഇൻഡിവിജ്വൽ ഗ്രൗണ്ടിൽ അവർ ഇതെല്ലാം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം. ഇതെല്ലാം മാനേജേഴ്സ് ചെയ്യേണ്ടതാണ്. റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്. നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ട റെമ്യൂണറേഷനും റിവാർഡ്സും പ്രൊവൈഡ് ചെയ്യണം. ഇൻക്രീസിംഗ് ദ പേ ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ദ എംപ്ലോയീസ് ആസ് റിവാർഡ് ഫോർ ദർ ബെറ്റർ പെർഫോമൻസ്. അവരെ ഇൻക്രിമെന്റ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, റെമ്യൂണറേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എംപ്ലോയീസിന് ബെറ്റർ പെർഫോമൻസ് അവരെ കാഴ്ചവെക്കും. ലാസ്റ്റ് ഞാൻ പറയുന്നതിൽ ലാസ്റ്റ് പോയിന്റ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കൂടുതലായിരിക്കും. ഗിവിംഗ് ദ ചാർജ് ഓഫ് ചലഞ്ചിങ് പ്രോജക്ട് to the employee along with the authority and responsibility of the same. നമുക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണ്, അതിന് അവരുടെ പെർഫോം ചെയ്യാൻ വേണ്ട അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിരിക്കും. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പൊസിഷൻസ് കാര്യങ്ങളൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് റീഡ് ചെയ്യുമോ എല്ലാവരും? റീഡ് ചെയ്തോ? ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.